Hi Makala, welcome back again and again and again. It's me SDK from MS Solution. ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻ? മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് അറിയോ? വളരെ സിമ്പിൾ ആയിട്ട് ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സാർ പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലെ, നമുക്കറിയാം നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ സയൻസിലൊക്കെ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കള്, അതേപോലെ തന്നെ ഓല് കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങള്, ഓലെ പേരെന്താ, അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആൻഡ് ദെയർ ആൻഡ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ദ മൂവ്മെന്റ് അല്ലേ. ആ മൂവ്മെന്റ് കൊണ്ടുവന്ന ആളുകൾ ആരൊക്കെ, അല്ലെങ്കിൽ ആ പാർട്ടി രൂപീകരിച്ചതാരാ അല്ലേ. നമ്മുടെ നാട്ടിൽ കുറെ പാർട്ടി ഉണ്ട്, കോൺഗ്രസ്, ലീഗ്, BJP അല്ലേ. അതേപോലെ തന്നെ പാർട്ടികളല്ല, അതേപോലെ ഓരോ സംഘടനകൾ ഉണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ. എന്തിനെതിരെ? നമ്മുടെ നാട്ടിൽ കുറെ അടിമത്വം, അതേപോലെ തന്നെ സോഷ്യൽ ലെവൽസ്, അന്ധവിശ്വാസങ്ങൾ, സ്ത്രീയൊക്കെ ഉണ്ടല്ലോ. സ്ത്രീകളൊക്കെ എന്താ പറയാ, ഭർത്താവ് മരിച്ച ആ ചിതയിൽ കൊണ്ടുപോയിട്ട് ചുടുന്നൊരു കാലഘട്ടം ഉണ്ട്. ആ ചിതയിലേക്ക് തള്ളിയിടുന്ന കാലഘട്ടം. ആ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് സതി എന്നാണ്. ഭർത്താവ് മരിച്ചോ, ഭാര്യ എന്ത് ചെയ്യുക, ആ ഭർത്താവിനെ കത്തിക്കുന്ന ചിതയിലേക്ക് തള്ളിയിടുന്ന ഒരു കാലഘട്ടം. ഇങ്ങനത്തെ കുറെ അതിനെതിരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സോഷ്യൽ റിഫോംസ് വന്നിരുന്നു. സാമൂഹിക പരിഷ്കരണം, ദാറ്റ് മീൻസ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരിക. പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മാറ്റം കൊണ്ടുവരിക അല്ലെ. ചേഞ്ച് നമ്മൾ വിളിക്കണ പേരാണ് പരിഷ്കരണം അല്ലേ. ചില കുട്ടികളൊക്കെ നല്ല സ്വഭാവം കാണിച്ച് നമ്മൾ പറയോ, ഈ ഒക്കെ ഒരു പരിഷ്കാരി, ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന് ഇല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മക്കൾ ഈ ഒരു സംഭവം. എന്തായാലും എൻ്റെ കുട്ടികൾക്ക് ഇന്ന് കോഡുകളുടെ വിളയാട്ടം, തലയുടെ വിളയാട്ടം നോക്കിക്കോ. SDK ഒന്ന് സെറ്റാക്കും. പല ആൾക്കാർ എന്നോട് പറയലുണ്ട്, സാറേ നിങ്ങൾ കോഡ്സിന്റെ സുൽത്താനാണ്, കോഡുകളുടെ സുൽത്താൻ. ഞാൻ പറയാം, കോഡുകളുടെ സുൽത്താനല്ല, കോടികളുടെ സുൽത്താനാണെന്ന് പറയും. എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ പോവാം. ഇന്ന് എങ്ങനെ പഠിക്കണം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കാരണം ഈ ഒരു ടോപ്പിക്ക് 4 മാർക്കിന് എക്സാമിന് എന്തായാലും ചോദിക്കും. ഇത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടല്ലോ, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയും, എന്ത്, ഓ SDK മുത്തേ ചക്കരെ അടിപൊളി, ഐ ലവ് യു ഉമ്മ, നിങ്ങൾ പറയും. ഉറപ്പാ? സെറ്റാ? നോക്കിയല്ലേ നമുക്ക്? നോക്കിക്കോ. ഒന്നാമത്തെ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. ഓക്കെ, ഈ പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആരാ നോക്കി? ആത്മാറാം പണ്ടൂരാഗ്. ഇംഗ്ലീഷ് മീഡിയം അവിടെ ഉണ്ട് കേട്ടോ. നോക്കി, പ്രാർത്ഥനാ സമാജ്, ആത്മാറാം പണ്ടൂരാഗ് ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷും മലയാളം ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്, മലയാളത്തിൽ എഴുതുന്നുണ്ട്, അത്ര തന്നെയുള്ളൂ. അപ്പൊ ഞങ്ങൾ തന്നെ വരുന്നുണ്ട് പ്രാർത്ഥനാ സമാജം, ആത്മാറാം പണ്ടൂരാഗ്. എങ്ങനെ ഇത് പഠിക്കാം? പ്രാർത്ഥനാ സമാജം പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആത്മാറാം പണ്ടൂരാഗാണ്. ചില കുട്ടികൾ കാണാപ്പാടം പഠിക്കും, ചില എഴുതി പഠിക്കും, പല രീതിയിൽ പഠിക്കും. സാറ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാ. നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുക? ചില ആൾക്കാർ, ദൈവമേ അല്ലേ എനിക്ക് നല്ല മാർക്ക് തരണം, ചിലവര് പഠിച്ചവനെ എനിക്ക് നല്ല മാർക്ക് തരണം, എനിക്ക് പരീക്ഷയ്ക്ക് അല്ലേ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥന 2 തരത്തിലുണ്ട്. ഒന്ന് നിസ്സാരമായ പ്രാർത്ഥന, 2 ആത്മാർത്ഥമായ പ്രാർത്ഥന. ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കപ്പെടാ അയാള് അത്രമേൽ ബുദ്ധിമുട്ടുമ്പോൾ അല്ലെ, പണ്ടാരടങ്ങിയാലേ അല്ലെ, നമ്മുടെ നാട്ടിലെ കഥ പറയാം, മലബാറിലൊക്കെ പണ്ടാരടങ്ങിയ ഒരു പ്രാർത്ഥനയേക്കാരം അല്ലേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ അച്ഛനമ്മയും നമ്മളെ പൊക്കും എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ പറയും, പഠിച്ചോനെ ഒറ്റ അവസരം മതി, ഇനി അത് ചെയ്യൂല, ഉറപ്പാണേ അമ്മ ചീത്തരരുത് അല്ലേ. അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അത് പണ്ടാരടങ്ങിയുള്ള പ്രാർത്ഥനയാണ് അല്ലേ. അപ്പൊ നമ്മൾ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് ആത്മാർത്ഥമായിട്ട് നടത്തുള്ളൂ. എപ്പോ? പണ്ടാരടങ്ങുമ്പോൾ. അപ്പോൾ പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്ന ഈ ഒരു സമാജം കൊണ്ടുവന്നത് ആരാ? ആത്മാറാം പണ്ടൂർ അല്ലെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എപ്പോ? പണ്ടാരടങ്ങുമ്പോ അല്ലെ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ സമാജം ആത്മാർത്ഥമായിട്ട്, ആത്മാറാം പണ്ടൂരാഗ്. സാധനം സെറ്റല്ലേ. ഇനി അടുത്ത കേട്ടോ കേട്ടോ, പ്രണയാണ്. നോക്കിക്കോ, ആര്യ സമാജം. ആര്യ സമാജം ഉണ്ടാക്കിയത് ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. ഇങ്ങോട്ട് നോക്കി, ആര്യ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി. ഇതെങ്ങനെ പഠിച്ചറിയോ? ഞാൻ സിമ്പിൾ ട്രിക്ക് തരാം കേട്ടോ. ഇതിൽ ആര്യ സമാജ് എന്നുള്ളതിൽ ആര്യ എന്നുണ്ട് ഉണ്ടല്ലോ, സ്വാമി ദയാനന്ദ സരസ്വതി എന്നുള്ളതിൽ ദയാനന്ദ എന്നുണ്ട്. ഓക്കെ, ദയാനന്ദ് എന്ന് പറയുമ്പോൾ ദയുള്ള ആനന്ദ് അല്ലെ, ദയ ആനന്ദ്, ആനന്ദ് എന്നുള്ള പേര് വന്നു. അപ്പൊ ആര്യ സമാജം ഉണ്ടാക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അങ്ങനെ പഠിക്കുക. നോക്കിക്കോ, സാർ ഇവിടെ വലിയ ട്രിക്ക് തരിക കേട്ടോ. ആര്യ സമാജിലെ ആര്യ, ദയാനന്ദിലെ ആനന്ദ്. നോക്കണം കേട്ടോ. ആര്യയും ആനന്ദും പ്രണയിച്ചു. ആര്യന്റെ അച്ഛൻ പിടിച്ചു. ആര്യന്റെ അച്ഛൻ ആര്യനെ പിടിച്ചിട്ട് ഒറ്റടി, നീ എന്തിനാണ് ഈ അവളെ പ്രണയിച്ചത്, അവനെ പ്രണയിച്ചത്? അപ്പൊ ആര്യ പറയാണ്, അച്ഛാ ആനന്ദ് ഭയങ്കര ദയുള്ള ആളാണ്. ആനന്ദിന് ഭയങ്കര ദയാണ് അച്ഛൻ. കിട്ടിയോ? അപ്പൊ ആര്യ സമാജ് അല്ലെ, ആര്യന്റെ ആനന്ദിന് എന്തുണ്ട്? ദയുള്ള ആനന്ദാണ് അല്ലേ. അപ്പൊ ആര്യ പ്രണയിച്ചത് എങ്ങനത്തെ ആൾക്കാരെയാണ്? വേഗം പറഞ്ഞാണ്. ദയുള്ള ആളുകളെയാണ് ആര്യ പ്രണയിച്ചത്. ആര്യ സമാജ്, ദയാ, സ്വാമി ദയാനന്ദ സരസ്വതി, ദയാനന്ദ്
ആനന്ദ് കിട്ടി. അടുത്ത് അലിഗഡ് പ്രസ്ഥാനം, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എടാ നിങ്ങൾ ഈ പേര് മൊത്തം വായിച്ചു നോക്കി, ഇതിലൊരൊറ്റ മുസ്ലിം പേരെ കാണുള്ളൂ, അതേതാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലേ? അപ്പൊ അലിഗഡ് എന്നുള്ളിൽ അലി എന്നുണ്ടല്ലോ, അലി ഏത് പേരാ? മുസ്ലിം പേരല്ലേ? അപ്പൊ അപ്പുറത്ത് മുസ്ലിം പേര് നോക്കിയാ അത് കിട്ടി. സാധനം സെറ്റ് അല്ലേ? ഇനി വേറെ SDK മുത്താണ്. ഓക്കെ, ഞാൻ എടുത്തു നോക്കിക്കോ. തിയോസഫിക്കൽ സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കിയത് രണ്ടാൾക്കാരാണ്, മാഡം ബ്ലാവിറ്റ്സ്കി അതേപോലെ തന്നെ കേണൽ ഓൾക്കോട്ട്. ആ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. ഇതിന് കൂടെ സഹായിച്ച ഒരാളുണ്ട്, ആനി ബസന്റ് എന്ന് പറയും. കിട്ടിയോ? അങ്ങനെ മൂന്നാൾക്കാരും കൂടെ കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ നടന്നത്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റോ അല്ലെങ്കിൽ ആ മൂന്നാൾക്കാരുടെ പേരിൽ ആനി ബസന്റ് ഓർത്തൊക്കെ സിമ്പിളാ. ഈ ആനി ചേച്ചി വണ്ടി കൂടും, വണ്ടി ഓടിക്കുമ്പോൾ ആനി ചേച്ചിന്റെ വണ്ടിന്റെ ബാക്കിൽ നിന്ന് പോകുകയല്ല പോവാ, തീയോ പോവാ. ഉണ്ടോ? തിയോ 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 ഉണ്ടോ? തിയോസഫിക്കൽ സൊസൈറ്റി അതവിടെ കിട്ടി. ഇനി അടുത്ത് നോക്കിക്കോ, രാമകൃഷ്ണ മിഷൻ. ഓഫ്, അവിടെയും സ്വാമി വിവേകാനന്ദൻ, അവിടെ ആനന്ദ് ഉണ്ട് അല്ലേ? ഓക്കെ, വിവേകുണ്ട്. നമുക്ക് ഒരൊറ്റ നമ്മൾ ആനന്ദിന് എടുത്തല്ലേ, നമുക്ക് ഇനി വിവേകൻ എടുക്കാം. രാമകൃഷ്ണൻ, അപ്പൊ രാമനുണ്ട് കൃഷ്ണനുണ്ട്. ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് രാമനും കൃഷ്ണനും. ഈ രാമനും കൃഷ്ണനും എങ്ങനത്തെ ആളുകളെ ഇഷ്ടപ്പെടുക? ജനങ്ങളെ വികൃതി കാട്ടുന്ന ആളെയാണ് ഇഷ്ടപ്പെടുക? ചീച്ചിക്കുട്ടികളെ ഇഷ്ടപ്പെടുക? ഇല്ല. എങ്ങനത്തെ ആൾക്കാരെക്കാർ ഇഷ്ടപ്പെടുക? എന്റെ മക്കളെ ആലോചിച്ച് നോക്കി അല്ലേ? വിവേകത്തോടെ പെരുമാറുന്ന ആളെക്കാരം ദൈവങ്ങളൊക്കെ ഇഷ്ടപ്പെടുക അല്ലേ? അപ്പൊ രാമനും കൃഷ്ണനൊക്കെ ഇഷ്ടപ്പെട്ടത് വിവേകമുള്ളവരെയാണ്. അപ്പൊ കിട്ടി രാമനും കൃഷ്ണനും ഇഷ്ടപ്പെട്ടത് വിവേകമുള്ളവരെ അല്ലേ? അപ്പൊ വിവേകാനന്ദൻ. ആര്യന്റെ ആനന്ദിന് എന്താ പ്രശ്നം? ദയുള്ളവരാണ് ആര്യ പ്രണയിച്ചത്, ദയുള്ള ആനന്ദ് അവിടെ വന്നു. ഓക്കെ, ഹിതകാരിണി സമാജം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. വീരേശലിംഗം പന്തലു ആ പഠിക്കാൻ വേറെ മാർഗങ്ങളൊന്നും നോക്കണ്ട. കാരണം ഒക്കത്തിന് ട്രിക്ക് ഇട്ടിട്ട് ഒന്ന് മാത്രം അറിയില്ലെങ്കിൽ പിന്നെ സുഖം. കാരണം നമുക്ക് അറിയണതൊക്കെ നമ്മൾ യോജിപ്പിച്ച പിന്നെ അവസാനത്തെ നമുക്ക് അറിയാത്തതേ കാര്യം അപ്പുറത്തുണ്ടാവുക. ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം, നോക്കണ്ട. ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനം, മലയാളം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലേ? സ്വാഭിമാന പ്രസ്ഥാനം വളരെ പെട്ടെന്ന് കേട്ടോ, അടിപൊളിയായിട്ട് നോക്കിക്കോ. അത് പഠിക്കാൻ ട്രിക്ക് ഉണ്ടോ? എടാ, സ്വാഭിമാന പ്രസ്ഥാനം കൊണ്ടുവന്നത് ആരറിയോ? EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന ആളാണ്. EV രാമസ്വാമി അതവിടെ കിടക്കട്ടെ. നായ്ക്കർ അല്ലെ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് നായി എന്നുള്ളത്. അയാൾ നായിയാണെന്നല്ല കേട്ടോ, നല്ല മനുഷ്യനാണ്. ഒരിക്കലും നമുക്ക് അങ്ങനത്തെ മനുഷ്യന്മാരെ അങ്ങനെ പറയാനേ പാടില്ല കേട്ടോ. നല്ല മനുഷ്യന്മാരാണ്, പഠിക്കാനാണ്. സ്വാഭിമാനം, സ്വന്തത്തിൽ അഭിമാനം കൊള്ളുന്നു. നമ്മളൊരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകട്ടോ, ചെറിയ വഴി. ആ വഴിയിൽ നടുവിൽ തന്നെ ഒരു നായ കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ വരുന്നത് കണ്ട് ആ നായ നീച്ചു പോവോ? ഇല്ല. നായ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ നീച്ചിങ്ങനെ നോക്കും കണ്ണി അല്ലേ? നമ്മളെ കണ്ടാൽ പിന്നെയും കിടക്കും. നമ്മളാ നായ കണ്ട നമ്മൾ വഴി മാറിപ്പോണ്ടി വരും അല്ലേ? നായകൾക്കൊക്കെ സ്വന്തത്തിൽ അഭിമാനം ഉണ്ട്. അപ്പൊ സ്വന്തം അഭിമാനം, സ്വാഭിമാനം അല്ലേ? ആർക്കുള്ളത്? നായ്ക്കക്ക്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അങ്ങനെ അളിച്ചു മതി. പക്ഷെ ഉണ്ടാക്കിയ ആളാരായി? EV രാമസ്വാമി നായ്ക്കരട്ടെ. നല്ല പേരാണ്, നല്ല സമാജമാണ്. ഒരിക്കലും അത് തെറ്റായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, കാണരുത്. പഠിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും പറയാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് പറയുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഉണ്ടാക്കിയതാരാ? ശ്രീനാരായണ ഗുരു, ഫൗണ്ടർ അല്ലേ? പഠിക്കാൻ സുഖ. ശ്രീനാരായണ നാരായണ 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 കേട്ടോ, അവിടെ വന്നു അല്ലേ? യെസ്. ഞാൻ അടുത്ത് നോക്കി, സാധുജന പരിപാലന സംഘം ഉണ്ടാക്കിയതാരാ? അയ്യങ്കാളി. ഇതൊക്കെ പഠിക്കാൻ ഒരു ട്രിക്ക് തന്നാലോ, സിമ്പിൾ ആയിട്ട് കുട്ടികളൊക്കെ കോളി കേട്ടോ. സാധുജന പരിപാലന സംഘം അല്ലേ? സാധുക്കളായിട്ടുള്ള ആളുകളെ പരിപാലിക്കാൻ അയ്യങ്കാളി ഉണ്ടാക്കിയതാണ് അല്ലേ? സാധുജന പരിപാലന സംഘം. ഞാൻ സാധുജന എന്നുള്ള സാധു നിർത്തും, അയ്യങ്കാളി എന്നുള്ളത് അയ്യ നിർത്തും. അപ്പൊ സാധു ഉണ്ട്, അയ്യ ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ ആണല്ലോ? ഞാനിത് സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾക്ക് പറഞ്ഞുതരാൻ പോകട്ടോ. സാധു, അയ്യ, ഇത് രണ്ടും പഠിക്കാൻ സിമ്പിൾ ട്രിക്ക്. നമ്മുടെ നാട്ടിൽ സാധുക്കളായിട്ടുള്ള പച്ചപ്പാവങ്ങൾ ചിലപ്പോൾ ഭിക്ഷാടനം നടത്തും ഇല്ലേ? ഇപ്പോൾ ഫുഡൊന്നും ഇല്ല, ഭക്ഷണം കഴിക്കാൻ തൊഴിലില്ല, പൈസ എന്ന് പറയും. ഇത് തമിഴ്നാട്ടിലാണെങ്കിൽ എന്താ പറയാ? അയ്യാ സാധു, അയ്യാ അയ്യാ സാധു, സാധു അയ്യാ, ടീ സാപ്പിട്ടേ അയ്യാ, ഗാനാൻ ആ പിനാ, ഇതൊക്കെ പറയില്ലേ? അയ്യാ സാധു, അയ്യാ സാധു, അയ്യാ സാധു, സാധു സാധുജന പരിപാലന സംഘം, അയ്യാ അയ്യങ്കാളി. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അതിന്റെ മക്കൾ എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ. ഇതാണ് ഇതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഇത് മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിക്കുമ്പോൾ എന്റെ കുട്ടിയെ കിട്ടും. നോക്കി, പ്രാർത്ഥനാ സമാജം അപ്പൊ തന്നെ കിട്ടും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, അവിടെ കിട്ടി അല്ലേ? ആത്മാറാം പണ്ടുരാഗ്. ആര്യ സമാജം, ആര്യ പ്രണയിച്ചത് ദയുള്ളവനെയാണ്, അപ്പൊ കിട്ടി ദയാനന്ദ് അല്ലേ? അലിഗഡ് പ്രസ്ഥാനം, അലി അലി അലിമുല 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 അല്ലേ? അതൊരു മുസ്ലിം പേരാ. നോക്കി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ കിട്ടി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതാണ് SNDP. ശ്രീനാരായണ പാടുണ്ടാവും, ശ്രീനാരായണ ഗുരു. സ്വാഭിമാന പ്രസ്ഥാനം, സ്വന്തത്തിൽ അഭിമാനം കൊള്ളുന്ന ആരാകാരം? നമ്മളെക്കാൾ അഭിമാനം അല്ലേ? നായ. അപ്പൊ അങ്ങനെ ആലോചിച്ച ഭയം കിട്ടും അല്ലേ? ഭയം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് EV രാമസ്വാമി നായ്ക്കർ. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. എന്റെ മക്കൾ പഠിച്ചു വെക്കുക, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചോ. ഇത് എക്സാമിന് ഉപകാരപ്പെടും. എന്തായാലും മാച്ച് ദ ഫോളോവിങ് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ സാറിന്റെ കുട്ടികളെ പഠിച്ചു വെക്കുക, ഉഷാറാക്കുക. അടുത്ത വീഡിയോ കാണും വരെ ഒരിക്കൽ കൂടി ഇറ്റ്സ് ബി SDK ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? അടിച്ചു പൊളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇത്
ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം മക്കളെ, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് സാർ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ലൈവിൽ വരുന്നുണ്ട്. ഫുള്ളായിട്ട് എല്ലാവരും ചെയ്തോ, അടിച്ചു പൊളിക്കാൻ പോകണം നമ്മൾ.